കൂടിയുള്ളത്. കൊച്ചിയിൽ 1.5 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവം കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവമാണ്. ആ കേസിൽ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് പോലീസ് സംസ്കരിക്കുമെന്ന വിവരമാണ് വരുന്നത്. ഈ മൃതദേഹം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഒരു നോവായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് പോലീസ് ഈ സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്? രേണുക, ഈ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കേസിൻ്റെ നടപടികൾ തുടരുന്നു. ഇന്ന് അവരെ രണ്ടുപേരെയും, അതായത് ഒന്നാം പ്രതിയായ ഷാനിഫ കുട്ടിയുടെ അമ്മ അശ്വതിയുടെ സുഹൃത്താണ്. ഷാനിഫാണ് കുട്ടിയെ മുട്ടുകാൽ കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തിയതായി പറഞ്ഞിരിക്കുന്നത്. അമ്മ അശ്വതിക്ക് ഈ വസ്തുതകൾ, ഇയാൾ കൊലപ്പെടുത്തുമെന്ന വസ്തുതകൾ, കാര്യങ്ങളെല്ലാം തന്നെ അറിയാമായിരുന്നുവെന്നും അവർക്കിതിലും പങ്കുണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇരുവരിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ ചേർത്തലയിൽ അശ്വതിയുടെ വീട് അവിടെയാണ്. ഈ ഇവിടങ്ങളെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. ആ നടപടികൾ തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോഴും ഈ കുട്ടിയുടെ ഒരു സംസ്കാര കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഈ കുട്ടിയുടെ പിതാവിൻ്റെ കുടുംബം മുന്നോട്ട് വരുന്നില്ല എന്നതാണ്. അവർ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. പോലീസിനെ അവരത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യുന്നതിന് പോലീസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. പോലീസ് ഇതിനുള്ളൊരു അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. നഗരസഭയുടെ പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക. നഗരസഭയ്ക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകളടക്കം സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ആയിരിക്കും സംസ്കാരമെന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. പോലീസ് തന്നെയായിരിക്കും ഇതിൻ്റെ ഈ സംസ്കാരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ, ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം തുടരുകയാണ്. നിലവിൽ 2 പ്രതികളും തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വന്നു കഴിഞ്ഞു. അവരുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ദാരുണമായ സംഭവം കൊച്ചിയിലുണ്ടാകുന്നത്. അശ്വതി ഷാനിഫ് എന്ന ഒരാളുമായി അടുപ്പത്തിലാകുമ്പോഴേ ഇയാൾ മറ്റൊരാളിൽ നിന്ന് അശ്വതി ഗർഭിണിയായിരുന്നു. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന് ഇയാൾ പലതവണ ആവശ്യപ്പെടുകയും അശ്വതി ആദ്യഘട്ടത്തിൽ നിരാകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ കുട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമായി ഇയാൾ മുന്നോട്ട് പോവുകയായിരുന്നു. അത് ഇവർക്കും അറിയാമായിരുന്നു. പിന്നീടാണ് കൊച്ചിയിലെ ലോഡ്ജിൽ മുറിയെടുക്കുകയും കുട്ടിയെ വളരെ ദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്തത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.